നമസ്തേ. ജനം സൺഡേ ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഹൈന്ദവ ക്ഷേത്രങ്ങൾ CPM രാഷ്ട്രീയവത്കരിക്കുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണങ്ങളായി മാറുകയാണ് കണ്ണൂർ കതിരൂർ ശ്രീ കുറുമ്പക്കാവിലും കൊല്ലം കടയ്ക്കൽ ദേവീക്ഷേത്രത്തിലും നടന്നത്. ഹിന്ദു സമൂഹത്തോടുള്ള ഈ വെല്ലുവിളിക്കെതിരെ പ്രതിഷേധവും ശക്തമാവുകയാണ്. ജനം സൺഡേ ഡിബേറ്റ് പരിശോധിക്കുന്നു. ക്ഷേത്രാങ്കണത്തിൽ നടപ്പാക്കുന്നത് CPM അജണ്ടയോ? ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്ന അതിഥികൾ ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു, VHP നേതാവ് അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, ഒപ്പം LDFന്റെ പ്രതിനിധിയായി അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു എന്നിവരാണ്. അതോടൊപ്പം ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. അതിഥികൾക്കും പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശ്രീ അനിൽ വിളയിൽ, ഇത്തരത്തിൽ നടക്കുന്ന പ്രവൃത്തികൾ തികച്ചും ആസൂത്രിതം തന്നെയല്ലേ? കാരണം ഒരു ക്ഷേത്ര പരിസരത്ത്, ക്ഷേത്രത്തിൽ എന്തൊക്കെയാണ് നടക്കേണ്ടത് എന്നുള്ളത് കൃത്യമായ ധാരണ ഉണ്ട്. ഇവിടെ ക്ഷേത്ര ഉപദേശക സമിതി തന്നെയാണ് ഇത്തരത്തിൽ ഈ പാർട്ടി ഗാനങ്ങൾ ആലപിക്കുന്ന ആളെ അവിടേക്ക് ക്ഷണിച്ചു വരുത്തിയത്. അതുകൊണ്ട് ഇത് തികച്ചും ആസൂത്രിതമായ, ബോധപൂർവമായ ഒരു നീക്കം തന്നെ ആയിരുന്നില്ലേ ഹിന്ദു ധർമ്മത്തെ തന്നെ അവഹേളിക്കുന്നതിനായി? ഈ എടുത്തിരിക്കുന്ന ചർച്ചാ വിഷയം ഇന്നത്തെ ദിവസത്തിന് വളരെ പ്രാധാന്യമുള്ള ദിവസം തന്നെയാണ്. കാരണം ക്ഷേത്രധ്വംസനം അജണ്ടയായി കരുതുന്ന ഒരു പാർട്ടി ലോകത്തുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും മാർക്സിസ്റ്റ് പാർട്ടികളും തന്നെയാണ്. കേരളത്തില് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ക്ഷേത്രങ്ങളെ തകർക്കുകയും ക്ഷേത്രങ്ങളുടെ ആത്മീയമായിട്ടുള്ള ചൈതന്യത്തെ ഇല്ലാതാക്കുകയും ചെയ്യുക എന്ന് പറയുന്ന വളരെ വ്യക്തമായ ഒരു അജണ്ട നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരും അവരുടെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും ഒക്കെ തന്നെ ശ്രമിക്കുന്നത്. അത് കുറെ കാലമായി തുടങ്ങിയതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ഷേത്രങ്ങളിൽ നടന്ന ഗാനമേള പരിപാടികൾ അതിന്റെ ഒരു ഭാഗം മാത്രമായിട്ടേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അതൊരു നിസ്സാര സംഭവം മാത്രമാണ്. പക്ഷെ ക്ഷേത്ര ചൈതന്യത്തെ ഇല്ലാതാക്കുക, അപ്രകാരം ക്ഷേത്ര ചൈതന്യത്തെ ഇല്ലാതാക്കുകയാണെങ്കിൽ ഈ ക്ഷേത്ര ചൈതന്യ നാശം സംഭവിക്കുന്നതിൽ കൂടി ഹിന്ദു മതത്തിന് വലിയൊരു പ്രശ്നം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ആസൂത്രിതമായ ശ്രമങ്ങളാണ് ഈ പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പറയുന്ന ഒരു പോളിസി തന്നെയാണ് അവർക്കുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ അല്ലെങ്കിൽ മാർക്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ആൻസർ ടു ദ കമ്മ്യൂണിസം എന്ന് പറയുന്നൊരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിന്റെ 15ാമത്തെ പേജിൽ പറയുന്നുണ്ട്, we must make an end of all religious institutions, influence and the very idea of God. അതാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത്. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്, ദൈവം, ജാതി, മതം തുടങ്ങിയവയൊക്കെ തന്നെ നശിപ്പിക്കപ്പെടേണ്ടതാണ് എന്നുള്ള പോളിസിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരും ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ചു കാലത്തിന് മുമ്പ് ഞാൻ ജനിച്ച് ജീവിക്കുന്ന പ്രദേശമാണ് ഓണാട്ടുകര. ആ പ്രദേശത്തെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്ര ചടങ്ങാണ് ജീവിത എഴുന്നള്ളിപ്പ്, പറയ്ക്ക് എഴുന്നള്ളിപ്പ് എന്ന് പറയുന്നത്. എല്ലാ ഭക്തന്മാരും അവരവരുടെ ഗ്രാമക്ഷേത്രങ്ങളിലെ ജീവിതയിൽ കയറി വരുന്ന ആ ദേവതകളെ സ്വീകരിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കുമ്പോൾ ആ ജീവിതയ്ക്ക് കൊടുക്കുന്ന ഒരു ദൈവികമായ പരിവേഷമുണ്ട്. ആ പരിവേഷത്തെ തകർക്കാൻ നമ്മുടെ ഇപ്പോഴത്തെ സാംസ്കാരിക മന്ത്രിയായിട്ടുള്ള ശ്രീ സജി ചെറിയാന്റെ മണ്ഡലത്തില് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചെങ്ങന്നൂർ എന്ന് പറഞ്ഞ ടൗണില് ഈ ജീവിതയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാൾ എത്ര അപലപനീയമായ രീതിയിലാണ് ഒരു പൊതു ഇടത്തില്, റോഡില് അല്ലെങ്കിൽ മാർക്കറ്റ് റോഡില് അതിനെ 2 സഖാക്കന്മാർ തോളിലേന്തിക്കൊണ്ട് ആ പ്രദേശത്തൂടെ ചുവട് വെച്ചു എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമായിരുന്നു. അതേപോലെ തന്നെയാണ് ഈ ഓണാട്ടുകരയിലും മധ്യ തിരുവിതാംകൂറിലും കെട്ടുകാഴ്ചകൾ വളരെ സജീവമാണ്. ഈ മാസങ്ങളിലൊക്കെ തന്നെയാണ് കെട്ടുകാഴ്ചകൾ നടക്കുന്നത്. ഈ കെട്ടുകാഴ്ചകളുടെയൊക്കെ മുകൾ ഭാഗത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അവരുടെ ചുമന്ന കൊടി കെട്ടിവെക്കുന്നു. ഇങ്ങനെ ബോധപൂർവമായ ശ്രമം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെയും മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകരുടെയും ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട് എന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ ദിവസം തന്നെ കടയ്ക്കൽ ക്ഷേത്രത്തിൽ നടന്ന ഗാനമേള, പുഷ്പനെ അറിയാമോ തുടങ്ങിയ പാട്ടുകൾ, ഈ സഖാക്കന്മാർക്ക് ആവേശമുണ്ടാക്കുന്ന കള്ളഗാനങ്ങള് അവരവിടെ പാടിക്കേൾപ്പിക്കുന്നു. ആ പാടിക്കേൾപ്പിക്കുന്നതിൽ കൂടി ഒരു ക്ഷേത്രത്തിന് എത്രമാത്രം ചൈതന്യ ലോകം സംഭവിക്കാമോ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഈ പാർട്ടി അണികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. നമുക്കറിയാം, കുറെ കാലത്തിന് മുമ്പ് ഒരു ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്, കണ്ണൂർ മേഖലയിലുള്ള ഒരു ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ഒരു ക്ഷേത്രം മോഷണം നടത്താൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തു എന്നുള്ള ഒരു ഗുരുതരമായ വാർത്ത നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇങ്ങനെ സർവ്വ മേഖലകളിലും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരും സർക്കാരും ഒക്കെ തന്നെ ഈ ഹൈന്ദവ ക്ഷേത്രങ്ങളെ മാത്രം തെരഞ്ഞു പിടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രക്രിയകൾ നടത്തുന്നത്. ബാക്കി സംഘടിത സെമറ്റിക് മതങ്ങൾക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും ഈ സർക്കാരിനോ ആ പാർട്ടി പ്രവർത്തകർക്കോ സാധിക്കുന്നില്ല.
എന്ത് തോന്നിയവാസവും ആ കൂട്ടർ കാട്ടിക്കൂട്ടിയാലും അതിനെതിരെ പ്രതികരിക്കാൻ ഈ സർക്കാരിനോ അല്ലെങ്കിൽ പാർട്ടികൾക്കോ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം നടന്ന ശ്രമം ഒരു താൽക്കാലികമായി ഉണ്ടായ ഒരു പ്രതിഭാസമല്ല. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രസ്ഥാനങ്ങൾ തുടങ്ങിയ കാലം തൊട്ട് തന്നെ, അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ EMSന്റെ സർക്കാർ കാലം തൊട്ട് തന്നെ ഇത്തരത്തിലുള്ള ഗുരുതരമായ ക്ഷേത്രധ്വംസന നടപടികൾ ഈ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് ഗ്രാമക്ഷേത്രങ്ങളായിക്കൊള്ളട്ടെ, എല്ലാ ക്ഷേത്രങ്ങളും ഒരു ചൈതന്യം വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഗ്രാമപ്രദേശങ്ങളിലും ഈ സനാതന ധർമ്മത്തിന്റെ വില മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രദേശത്തുള്ള പ്രവർത്തകര് ക്ഷേത്രങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കുന്നു. അങ്ങനെ ക്ഷേത്ര ചൈതന്യം വർദ്ധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരവസാനത്തെ ആണിക്കല്ലാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആസൂത്രിതമായ രീതിയിൽ ആ ചൈതന്യ വർധനവിനെ തടയാനും ചൈതന്യത്തിന് ഭംഗം വരുത്താനുമുള്ള ശ്രമമാണ് ഈ പാർട്ടി അണികളെ കൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ ചെയ്യിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായ കാര്യമാണ്. തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള സംഭവങ്ങൾ കണ്ണൂരായിക്കൊള്ളട്ടെ, കടയ്ക്കലായിക്കൊള്ളട്ടെ നടന്നിട്ടുള്ള ശ്രമങ്ങൾ ആസൂത്രിതമാണ്. അത് തുടരുക തന്നെ ചെയ്യും. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉള്ള കാലത്തോളം ഈ സർക്കാരിന്റെ പിന്തുണയോടുകൂടി അതിനുള്ള ആസൂത്രിത ശ്രമങ്ങൾ, ക്ഷേത്രങ്ങളുടെ ചൈതന്യത്തെ ഇല്ലാതാക്കാൻ ശ്രമം നടക്കും എന്നുള്ളത് വാസ്തവമാണ്. PM സുരേഷ് ബാബു, ഇവിടെ കണ്ണൂർ, കതിരൂർ, ശ്രീകുറുമ്പക്കാവിലും കൊല്ലം കടയ്ക്കൽ ദേവി ക്ഷേത്രത്തിലും നടന്നത് തികച്ചും ഹിന്ദു സമൂഹത്തോടുള്ള ഒരു വെല്ലുവിളി തന്നെയല്ലേ? കാരണം ക്ഷേത്ര ഉത്സവത്തിനിടയിൽ ക്ഷേത്രാങ്കണത്തിനുള്ളിലാണ് പാർട്ടി വിപ്ലവ ഗാനങ്ങൾ ആലപിക്കുന്നത്, ചെഗുവേര കൊടികൾ, DYFI കൊടികൾ സ്ക്രീനിൽ പതിപ്പിക്കുന്നത്. എന്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നത്? ഒരു അപക്വമായ രാഷ്ട്രീയ ചിന്തയുടെ ഭാഗമായിട്ട് മാത്രമേ അതിനെ കാണാൻ കഴിയുകയുള്ളൂ. അപക്വം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും മിനിമമായ ഒരു പദപ്രയോഗമായിട്ടാണ് ഞാൻ ആ പദം ഉപയോഗിച്ചത്. തെറ്റായ കുറേ ധാരണകൾ ചെറുപ്പക്കാരോ അല്ലെങ്കിൽ അല്ലാത്തവരോ ആയിട്ടുള്ള പാർട്ടിയുടെ സഖാക്കന്മാർ എടുത്ത് ഈ വിപ്ലവ ഗാനാലാപനത്തോടുകൂടി പാർട്ടിക്ക് ഒരു കൂടുതൽ പിന്തുണയുണ്ടാകുമെന്ന ഒരു തെറ്റായ ധാരണ അവരിൽ സ്വാധീനിക്കുകയും അങ്ങനെ അത് ചെയ്തു എന്ന് മാത്രമാണ് അതിനെ കണക്കാക്കാൻ കഴിയുകയുള്ളൂ. അതല്ലാതെ ക്ഷേത്രത്തിനും ക്ഷേത്ര പരിസരത്തും ക്ഷേത്രാചാരങ്ങൾക്കുമൊക്കെ ചൈതന്യമുണ്ട്. ആ ചൈതന്യമാണ് ഒരു ധർമ്മമായി നമ്മുടെ സമൂഹത്തെ ഒരുമിപ്പിച്ച് നിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. ആ ചൈതന്യം നശിപ്പിക്കാൻ ഇത്തരമൊരു ഗാനാലാപനം കൊണ്ട് കഴിയും എന്ന് വിശ്വസിക്കുന്ന അവരുടെ പട്ടികയിൽ ഞാനില്ല. പക്ഷേ ഒരു പഴമൊഴിയുണ്ടല്ലോ, ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും എന്ന് പറയുന്നത് പോലെ അവിടെയൊന്നും വന്ന് ദൈവത്തിൻ്റെ ദൈവാചാരങ്ങളും ക്ഷേത്രധർമ്മങ്ങളും ക്ഷേത്രാചാരങ്ങളും നടത്തുന്നിടത്ത് ഇത്തരം ഗാനങ്ങളും ഇത്തരം വിപ്ലവ വീര്യങ്ങളും കാണിച്ച് അവിടെ പ്രസ്ഥാനം വളർത്തിക്കളയാമെന്ന വ്യാമോഹം പാർട്ടിയുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഇപ്പോൾ ഉണ്ടെന്ന് എനിക്ക് വിശ്വാസമില്ല. പക്ഷേ തെറ്റായി ധരിക്കുന്ന ചില സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ അല്ലെങ്കിൽ പാർട്ടി കേഡേഴ്സ് അവിടെ ചെയ്തു കൂട്ടുന്നു എന്നത് മാത്രമേ ഉള്ളൂ. അതൊരിക്കലും ഫലം കാണുകയില്ല, ക്ഷേത്ര ചൈതന്യത്തെ ഒരു തരത്തിലും ബാധിക്കുകയില്ല, അതിന് ഒരു തരത്തിലും ഒരു ദോഷം സംഭവിക്കുകയില്ല എന്ന് മാത്രമല്ല, ഇത്തരം വികൃതികൾ ആളുകളിൽ ഉണ്ടാകുമ്പോൾ ആ പാർട്ടിക്കെതിരായ ഒരു മനോഭാവം ജനമനസ്സുകളിൽ രൂപപ്പെടുക മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാനുള്ള വിവേകം അവർക്കുണ്ടായാൽ അത് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആവിർഭാവ കാലത്തുള്ള തത്വശാസ്ത്രത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ധാരാളമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. ആധുനിക കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിൽ എല്ലാവരും രൂപപരിണാമം വരുത്തുന്ന സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും അത്തരം രൂപപരിണാമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ക്ഷേത്രാരാധനയ്ക്കോ അല്ലെങ്കിൽ ക്ഷേത്ര കമ്മിറ്റികളിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നോ എന്നൊന്നും ആ പാർട്ടി ഇപ്പോൾ ആഹ്വാനം ചെയ്യുന്നതായി എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഇല്ലതാനും, മറിച്ച് അവിടെയൊക്കെ കയറി പറ്റണം എന്ന നിലക്കാണ് അവർ രാഷ്ട്രീയമായ തീരുമാനമുള്ളത് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അത് ഈ ഒരു സംഭവം ഇത് ഉയർത്തിക്കാട്ടുന്നതിൽ ഞാൻ പരിഭവിക്കുന്നൊന്നുമില്ല. ഉയർത്തിക്കാട്ടി ഇത് അപക്വമാണ് എന്ന്
ആ പാർട്ടിയുടെ തന്നെ ആളുകളുടെയും പ്രവർത്തകന്മാരുടെയും മനസ്സിലേക്ക് അത്തരമൊരാശയം കൊണ്ടുവരുന്നതിന് ഈ ചർച്ച ഉപകാരപ്രദമായിരിക്കും. ഇത്തരം സമീപനങ്ങളെ ഒരിക്കലും അംഗീകരിക്കുവാൻ ആ പാർട്ടിയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ തയ്യാറാകരുത് എന്ന് തന്നെയാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. ശ്രീ ആർ വി ബാബു, കടയ്ക്കൽ ദേവി ക്ഷേത്രത്തിലും ശ്രീ കുറുമ്പക്കാവിലും നടന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധവും അലയടിക്കുന്നുണ്ട്. ഇവിടെ LDFന്റെ പ്രതിനിധി ശ്രീ PM സുരേഷ് ബാബു തന്നെ ചൂണ്ടിക്കാട്ടി അപക്വമായ ഒരു രാഷ്ട്രീയ സമീപനമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിലുപരി ഇത് ബോധപൂർവമായ ഒരു ശ്രമം തന്നെയാണ് എന്നുള്ള വിലയിരുത്തലിലേക്കും താങ്കൾ എത്തുന്നുണ്ടോ? ഇത് അപക്വമായ നിഷ്കളങ്കമായ ഒരു തീരുമാനമായിട്ട് നടപടിയായിട്ട് കാണാൻ നിവൃത്തിയില്ല. ശ്രീ സുരേഷ് ബാബു അദ്ദേഹത്തിന്റെ സംസാരത്തിൽ സൂചിപ്പിച്ച പോലെ ക്ഷേത്രങ്ങളിൽ കയറിപ്പറ്റുക എന്നത് ഒരു രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ രാഷ്ട്രീയമായ തീരുമാനം എടുക്കുന്നത് രാഷ്ട്രീയമായ അജണ്ട മുന്നിൽ വെച്ചുകൊണ്ടാണ്. എന്താണ് CPMന്റെ രാഷ്ട്രീയ അജണ്ട ക്ഷേത്രങ്ങളിൽ കയറിപ്പറ്റിക്കൊണ്ട് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്? അതിന്റെ ഒരു ഏറ്റവും ഒടുവിലത്തെ അവർ നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണോ അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് കടയ്ക്കാവൂർ ക്ഷേത്രത്തിലെ കടയ്ക്കൽ ക്ഷേത്രത്തിന്റെ നടന്ന ഈ സംഭവം. 2-3 കാര്യങ്ങൾ നമ്മൾ ഈ സമയത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാഷ്ട്രീയമായ ഒരു തീരുമാനം എടുക്കുന്നത് ക്ഷേത്രങ്ങളിൽ കയറിപ്പറ്റാൻ? ക്ഷേത്രങ്ങളോടുള്ള വിശ്വാസം, ഈശ്വരനോടുള്ള വിശ്വാസം, അതിന്റെ അടിസ്ഥാനത്തിലാണോ അങ്ങനെ ഒരു തീരുമാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തത്? അങ്ങനെയല്ല എന്ന് വളരെ വ്യക്തമാണ്. ഇപ്പൊ നോക്കൂ, നമ്മള് കുറേ വർഷങ്ങളായിട്ട് ഇപ്പോഴേ പാർട്ടിയുടെ തീരുമാനം ക്ഷേത്ര കമ്മിറ്റികളിൽ കയറി പറ്റുക എന്നുള്ളത്. മുൻപ് ക്ഷേത്രങ്ങളിൽ സാംസ്കാരികമായ പരിപാടികൾ നടത്തുന്നതിന് ഉള്ള വേദികൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്. ആ സാംസ്കാരിക വേദികളിലൊക്കെ കമ്മ്യൂണിസ്റ്റ് ആശയഗതിക്കാരായിട്ടുള്ള കലാകാരന്മാർ അവരവതരിപ്പിക്കുന്ന പരിപാടികൾ നിങ്ങൾ നോക്കൂ. അത് സാംബശിവനാകട്ടെ, കടാമംഗലം സദാനന്ദനാവട്ടെ, അതല്ലെങ്കിൽ KPSCയുടെ നാടക വേദികളാവട്ടെ, KPSCയെ പോലുള്ള നിരവധി നാടക സമിതികൾ, അത്തരം കലാപരിപാടികൾ മുഴുവൻ ക്ഷേത്ര വിശ്വാസത്തോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നോ? ഹൈന്ദവ സമൂഹത്തിനോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നോ? ആ വിശ്വാസത്തെയും പൈതൃകത്തെയും പാരമ്പര്യത്തെയും ആദരിച്ചു കൊണ്ടുള്ളതായിരുന്നോ? അതല്ലെന്ന് മാത്രമല്ല, ഇതിഹാസങ്ങളെയും പുരാണങ്ങളെയും അതേപോലെ നമ്മുടെ പൈതൃകത്തെയും പാരമ്പര്യത്തെയും ഒക്കെ അപഹസിക്കുന്ന, ക്ഷേത്രവിരുദ്ധമായ വിശ്വാസത്തെ തകർക്കുന്ന, ആചാരങ്ങളെ പരിഹസിക്കുന്ന, അനുഷ്ഠാനങ്ങളെ ചവിട്ടിമതിക്കുന്ന കലാപരിപാടികളാണ് അത് നാടകത്തിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ ഇതേപോലുള്ള പരിപാടികളുടെ രൂപത്തിൽ ഒക്കെ നമ്മൾ കണ്ടുവന്നിട്ടുള്ള കഥാപ്രസംഗം, ഇങ്ങനെയൊക്കെയുള്ള പല പരിപാടികൾ നടത്തുന്നത് ക്ഷേത്രവിരുദ്ധമായിട്ടുള്ള പരിപാടികളാണ്. അതെല്ലാം ഇടതുപക്ഷ സാംസ്കാരിക വേദികളാണ് സംഘടിപ്പിക്കുന്നത്, നടത്തുന്നത്. എന്ന് വെച്ചാൽ ക്ഷേത്രങ്ങളിലൂടെ ക്ഷേത്രവിരുദ്ധമായ വിശ്വാസികളെ മുറിവേൽപ്പിക്കുന്ന, വിശ്വാസികൾക്കെതിരായിട്ടുള്ള, ക്ഷേത്രങ്ങളിൽ നിന്നും വിശ്വാസികളെ അകറ്റി നിർത്താനുള്ള ബോധപൂർവമായ പരിശ്രമം ഇന്ന് തുടങ്ങിയതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം. ഇപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതൊന്നും വിജയിക്കാതെ വന്നപ്പോൾ ജനങ്ങൾ കൂടുതൽ ക്ഷേത്രങ്ങളിലേക്ക് വരികയും ക്ഷേത്ര ആരാധനയോട് അവർ ആഭിമുഖ്യം പുലർത്തുകയും ചെയ്യുന്നത് കാണുമ്പോൾ പിന്നെ എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിനുള്ള വഴി എന്ന് ചിന്തിക്കുമ്പോഴാണ് അകത്തുനിന്ന് ക്ഷേത്രത്തെ തകർക്കാൻ നോക്കുക എന്നുള്ളത്. അപ്പൊ ക്ഷേത്ര കമ്മിറ്റികളിൽ കടന്നുകൂടുക, ക്ഷേത്ര ഭരണത്തിൽ പങ്കാളിയാവുക, അങ്ങനെ ക്ഷേത്ര ഭരണത്തിൽ അതിന്റെ നേതൃത്വം എടുത്ത് അതിന്റെ ആധിപത്യം സ്ഥാപിച്ചെടുത്ത് അവിടെ നിന്നൊക്കെ ക്ഷേത്രത്തിന് വേണ്ടി, ക്ഷേത്ര സംസ്കാരത്തിന് വേണ്ടി, ക്ഷേത്രങ്ങളെ പരിപാലിക്കാൻ വേണ്ടി, പരിപോഷിപ്പിക്കാൻ വേണ്ടി ഭക്തിപൂർവം നടത്തുന്ന അല്ലെങ്കിൽ ക്ഷേത്ര സംസ്കാരത്തിന് അനുസൃതമായി നടത്തുന്ന ഹൈന്ദവ സംഘടനാ പ്രവർത്തനങ്ങളെ മുഴുവൻ ക്ഷേത്രത്തിൽ നിന്ന് പുറത്താക്കുക. പല സംഘടനകൾക്കും അവിടെ പ്രവർത്തനമില്ല. ക്ഷേത്ര സംരക്ഷണ സമിതി, വിശ്വ ഹിന്ദു പരിഷത്ത്, അതേപോലുള്ള സംഘടനകൾ, ആ സംഘടനകളൊക്കെ ക്ഷേത്രോന്മുഖമായി പ്രവർത്തിക്കുന്ന സംഘടനകൾ. ആ സംഘടനകളുടെ പ്രവർത്തനത്തെ അടക്കം ബാലഗോകുലം പോലുള്ള പ്രവർത്തനം, ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന് സമാപനം കുറിക്കുന്ന തരത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന്റെ പരിപാടി പോലും നടത്താൻ ക്ഷേത്രാങ്കണങ്ങൾ വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന തീരുമാനം ഉണ്ടായി. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അപ്പൊ ഇതിലൂടെ ക്ഷേത്രത്തിന്റെ ഭരണം പിടിച്ചെടുത്ത് ക്ഷേത്രോന്മുഖമായി നടക്കുന്ന
ക്ഷേത്ര സംസ്കാരത്തിന് അനുയോജ്യമായി നടക്കുന്ന പരിപാടികളെ അവസാനിപ്പിക്കുക. പിന്നെയോ ക്ഷേത്ര സംസ്കാരത്തിനും അതേപോലെ ഹൈന്ദവ പാരമ്പര്യത്തിനും അതിന്റെ പൈതൃകത്തിനും ചേർന്ന നിറമാണ് സാധാരണഗതിയിൽ കാവി. അതുകൊണ്ടാണ് നമ്മുടെ സന്യാസിമാര് കാവി ധരിക്കുന്നത്. നമ്മുടെ ഹൈന്ദവ സംസ്കാരത്തിനോട് ചേർന്ന് നിൽക്കുന്ന നിറമാണ് എന്നുള്ളതുകൊണ്ട് ആ കാവിയാണ് ക്ഷേത്രങ്ങളിൽ കെട്ടുക, തോരണങ്ങളായിട്ട് ഉപയോഗിക്കുക. പക്ഷെ കാവി നിറത്തിലുള്ള തോരണങ്ങൾ കെട്ടാൻ പാടില്ല എന്ന നിലപാട് ദേവസ്വം ബോർഡ് എടുത്തു. അപ്പോ കാവി മുതലായിട്ടുള്ള ഹൈന്ദവ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്ന കാവി കാണുമ്പോൾ അത് RSSന്റേതാണെന്ന് തിട്ടൂരം കൊടുക്കുകയാണ്. നമ്മുടെ ദേശീയ പതാകയിലുള്ള നിറമാണ് ഈ പറയുന്നത്. അപ്പൊ കാവി എന്നുള്ളതിനെ ക്ഷേത്രത്തിൽ നിന്ന് അടിച്ചു പുറത്താക്കി, ക്ഷേത്ര സംഘടനകളെ പുറത്താക്കി പരിപൂർണമായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആധിപത്യത്തിലേക്ക് ക്ഷേത്രം കൊണ്ടുവരിക. പാർട്ടിയുടെ അജണ്ടയ്ക്കനുസരിച്ച് ക്ഷേത്രങ്ങളുടെ പരിപാടികളിൽ മാറ്റം വരുന്നു. പാർട്ടി നേതാക്കന്മാർ നേരിട്ട് ക്ഷേത്ര കമ്മിറ്റികളിൽ പങ്കെടുക്കുന്നു. ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കമ്മിറ്റികൾ നടക്കുന്നു. എന്തെല്ലാം പരിപാടികൾ ക്ഷേത്രത്തിന്റെ ഉത്സവമായിട്ട് സംഘടിപ്പിക്കണം എന്ന് അവർ തീരുമാനിക്കുന്നു. പാർട്ടി നേതാക്കന്മാര് സാംസ്കാരിക സമ്മേളനത്തിനുള്ള പേര് വന്ന് പ്രസംഗിക്കുന്നു. ക്ഷേത്ര വിരുദ്ധമായ നിരീശ്വരവാദപരമായ ഈശ്വര വിശ്വാസത്തിനെതിരായ സനാതന ധർമ്മത്തെ അപഹസിക്കുന്ന തരത്തിലുള്ള പരിപാടികൾ ക്ഷേത്രത്തിന് വേദിയാവുന്നു. അങ്ങനെ ആസൂത്രിതമായി ക്ഷേത്രങ്ങളെ നശിപ്പിക്കുക, ഉള്ളിൽ നിന്നുകൊണ്ട് ക്ഷേത്രത്തെ നശിപ്പിക്കുക, അതിന്റെ ആചാരങ്ങൾ ഇല്ലാതാക്കുക, പുറത്തുനിന്ന് സാധിക്കാത്തത് ഉള്ളിൽ കടന്ന് ചെയ്യുന്ന സമീപനം, അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കടക്കൽ ക്ഷേത്രത്തില് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കടക്കൽ എന്നുള്ള ഏരിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ സ്വാധീനമുള്ള ഏരിയയാണ്. ഈ പറയുന്ന സ്ഥലം മറ്റ് മതസമൂഹങ്ങൾ ഒരുപാട് പേരുണ്ട്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായം, പോപ്പുലർ ഫ്രണ്ട്, SDPI തുടങ്ങിയിട്ടുള്ള സംഘടനകൾക്ക് സ്വാധീനമുള്ള ഏരിയയാണ്. ഞാൻ ശക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവിടുത്തെ പ്രാദേശിക നേതൃത്വം ഈ നടപടി സ്വീകരിച്ചത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല, അത് നേതൃത്വത്തിന്റെ അറിവോടെയാണ്. ഈ പരിപാടി കഴിഞ്ഞ് അവിടെ അലോഷി എന്ന് പറയുന്ന ആ ഗായകന് ആദരിക്കാനും അയാൾക്ക് മെമന്റോ നൽകി അയാളെ സ്വീകരിക്കാനും ഈ നടന്ന പരിപാടിയെ കുറിച്ച് അഭിനന്ദിക്കാനും ഒക്കെ പാർട്ടി നേതാക്കന്മാർ തന്നെ ഹാജരായിരുന്നു. അവരാരും പറഞ്ഞില്ല ഇത് ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് പറഞ്ഞില്ല, അവരതിന് തെറ്റാണെന്ന് പറഞ്ഞില്ല. വിവാദമായപ്പോഴാണ് ഇപ്പൊ തെറ്റാണെന്ന് പറയുന്നത്. ഇപ്പൊ ഇത് ആരെ സന്തോഷിപ്പിക്കാനാണ്? ഹിന്ദു വിശ്വാസങ്ങളെ തകർത്താൽ, ക്ഷേത്രങ്ങൾ ഇല്ലാതായാൽ, ക്ഷേത്ര വിശ്വാസങ്ങളെ അപഹസിച്ചാൽ, ഗണപതി മിത്താണ് എന്ന് പറഞ്ഞാൽ, സനാതനധർമ്മം കൊറോണയാണ് എന്ന് പറഞ്ഞാൽ കൈയടിക്കുന്ന, അതിൽ സന്തോഷിക്കുന്ന ചില സംഘടിത മത തീവ്രവാദ ശക്തികളുണ്ട്. കടക്കലും അങ്ങനെയുള്ള ശക്തികളുണ്ട്. അവരുടെ കൈയടിക്ക് വേണ്ടി മത തീവ്രവാദികളെ സന്തോഷിപ്പിക്കാനാണ്, മത തീവ്രവാദികളുടെ കൈയടി കിട്ടാനാണ് ഇത് നടപ്പാക്കിയത് എന്നാണ് എന്റെ അഭിപ്രായം. മലബാർ നമുക്കറിയാം, മലബാറിൽ പാർട്ടി ഗ്രാമങ്ങളുണ്ട്. മലബാറിൽ പോലും നടക്കാത്ത കാര്യമാണ് ഇപ്പോ ഈ തിരുവിതാംകൂറിൽ കടക്കൽ പോലുള്ള സ്ഥലങ്ങളിൽ നടക്കുന്നത്. ദേവസ്വം ബോർഡിനോട് നമുക്ക് ചോദിക്കാനുള്ളത്, ഇത്തരം ഒരു ഏറ്റവും തെറ്റായ ക്ഷേത്ര വിരുദ്ധമായ ഒരു നടപടി നടന്നിട്ട് 48 മണിക്കൂർ കഴിഞ്ഞു, അല്ലെങ്കിൽ 3 ദിവസങ്ങൾ പിന്നിട്ടു. ആ ക്ഷേത്ര കമ്മിറ്റിക്കെതിരെ ദേവസ്വം ബോർഡ് എന്ത് നിലപാടെടുത്തു? ആ ക്ഷേത്ര കമ്മിറ്റി പിരിച്ചുവിടണ്ടേ? ആ ക്ഷേത്ര ഭരണസമിതി പിരിച്ചുവിടാനുള്ള എന്തുകൊണ്ടാണ് ഇത്ര വൈകുന്നത്? അതെ, അതിന്മേൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വിശദീകരണം എന്ന് പറയുന്നത് ക്ഷേത്ര ഉപദേശക സമിതിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്, റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. തുടർന്നായിരിക്കും നടപടി എന്ന് പറയുന്നു. പക്ഷേ തുടർ നടപടി എങ്ങനെയായിരിക്കും, എപ്രകാരമായിരിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് യാതൊരു ധാരണയും ഇല്ലാത്തത്. ശ്രീ RV ബാബു, താങ്കളിലേക്ക് എത്താം. ശ്രീ അനിൽ വിളയിൽ, ഇവിടെ ക്ഷേത്ര ആചാരങ്ങൾ ലംഘിക്കപ്പെടുകയും ക്ഷേത്ര ഉത്സവങ്ങൾ അട്ടിമറിക്കപ്പെടുകയും ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം പരിശോധിക്കുകയാണെങ്കിൽ അതിൽ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള CPM അജണ്ട നടപ്പിലാക്കുന്നതിന് പിന്നിൽ ഈ ക്ഷേത്രോപദേശക സമിതി തന്നെ പലപ്പോഴും മുൻകൈയെടുക്കുന്നത് കാണാറുണ്ട്. അതിനിടയിൽ ക്ഷേത്രോപദേശക സമിതിയിലെ അംഗങ്ങളുടെ തന്നെ ഒത്താശയോടുകൂടിയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ആചാര ലംഘനങ്ങളും അട്ടിമറികളും ഒക്കെ നടക്കുന്നത്. നേരത്തെ ശ്രീ PM സുരേഷ് ബാബു പറഞ്ഞു ഇത് അപക്വമായൊരു രാഷ്ട്രീയ സമീപനമാണ് എന്നുള്ളത്. പക്ഷേ എങ്ങനെയെങ്കിലും ഇത്തരത്തിൽ ക്ഷേത്ര ഉപദേശക സമിതിയിൽ കടന്നുകൂടുക, ക്ഷേത്ര ചൈതന്യത്തെ ഹനിക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ് ക്ഷേത്ര ചൈതന്യത്തിന് വിഘാതമാകുന്നത്, അത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുക എന്നിവയിലൂടെ തന്നെ ഊന്നി അത്തരമൊരു ലക്ഷ്യം തന്നെ മുന്നിൽ വെച്ചുകൊണ്ടതാണോ ഈ ക്ഷേത്ര ഉപദേശക സമിതി ഇങ്ങനെ നീങ്ങുന്നത്? കാരണം അവിടെ വിശ്വാസമില്ല പലർക്കും.
വിശ്വാസികളല്ല എന്നുള്ളതാണ്. ക്ഷേത്ര ഉപദേശക സമിതിയിൽ എങ്ങനെയും കയറി പറ്റുക, പിന്നീട് തുടർന്നുള്ള നീക്കങ്ങൾ തങ്ങളുടെ രാഷ്ട്രീയ ഇംഗിതത്തിന് അനുസരിച്ചായിരിക്കണം എന്നുള്ള ഒരു അജണ്ട വെച്ച് പുലർത്തുന്നുണ്ടോ ഇതിൽ പലരും? തീർച്ചയായിട്ടും ശ്രീ സുരേഷ് ബാബു സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ടായി. ഒരു അപക്വമായ ഒരു സംഭവമായിട്ടാണ്. ഈ അപക്വതയ്ക്ക് ഒരു പര്യായ മതപദം ഉണ്ടെങ്കിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തന്നെയാണ്. എല്ലാ തെറ്റുകളും അവരെ പിന്നീട് പുനർവിചിന്തനം നടത്തുമ്പോൾ അക്കാലത്ത് ചെയ്ത തെറ്റാണ് എന്ന് പറയുന്നു. ഇപ്പോഴും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അപക്വത എന്ന വാക്ക് അദ്ദേഹം ഉദ്ദേശിച്ചത് ഈ ക്ഷേത്രവുമായി, കടക്കൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഭാരവാഹികളെ ഉദ്ദേശിച്ചായിരിക്കില്ല. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ പൂർണ്ണമായ അർത്ഥത്തിലാണ് അപക്വമായ നേതൃത്വമാണ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത്. നമ്മൾ കുറച്ച് ഇതിന്റെ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ താത്വിക ആചാരന്മാരായിട്ടുള്ള EMS ഉൾപ്പെടെയുള്ള ആൾക്കാർ പല കാലഘട്ടത്തിലും ഇതിനെപ്പറ്റി പല രീതിയിലുള്ള പ്രസ്താവനകളും വ്യാഖ്യാനങ്ങളും ഒക്കെ ഇറക്കിയിട്ടുണ്ട്. നമ്മൾ ഈ സമീപ കാലഘട്ടത്തിലെ കേരളത്തിലെ ക്ഷേത്രങ്ങളായിക്കൊള്ളട്ടെ, സരസ്വതി ക്ഷേത്രങ്ങളെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന കലാലയങ്ങളായിക്കൊള്ളട്ടെ, ഇത് രണ്ടുമാണ് ഒരു സമൂഹത്തിലെ മാതൃകാപരമായി പ്രവർത്തിക്കേണ്ട സംവിധാനങ്ങൾ. ഈ രണ്ട് സംവിധാനങ്ങളെയും ഹൈജാക്ക് ചെയ്തുകൊണ്ട് ആ രണ്ട് വേദികളെയും, ക്ഷേത്രങ്ങളെയും കലാലയങ്ങൾ എന്ന് പറയുന്ന സരസ്വതി ക്ഷേത്രങ്ങളെയും ഒരു അരാജകത്വത്തിന്റെ വേദിയാക്കി മാറ്റുന്ന പ്രവണതയാണ് കഴിഞ്ഞ കുറെ കാലമായി കേരളത്തിൽ കാണാൻ സാധിക്കുന്നത്. ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വാർത്തകളും തത്തുല്യമാണ്. കഞ്ചാവ്, മയക്കുമരുന്ന്, MDA പോലുള്ള രാസലഹരി വസ്തുക്കളാണ് ഈ സരസ്വതി ക്ഷേത്രങ്ങളിൽ. അതിനകത്തൊക്കെ പിടിക്കപ്പെടുന്ന പ്രതികൾ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യുവജന സംഘടന അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തകരാണ്. അല്ലാത്ത ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് DYFI പ്രവർത്തകരാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ CPM-ന്റെ നേതാവും ഇപ്പോഴത്തെ മന്ത്രിയുമായ ശ്രീ P. രാജീവ് 2019 ജനുവരി മാസം 12-ാം തീയതി ഒരു ദേശാഭിമാനി പത്രത്തിലെ വിശ്വാസവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എന്ന് പറയുന്ന ഒരു ലേഖനം എഴുതുകയുണ്ടായി. അതിനകത്ത് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ ക്ഷേത്രഭരണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളിലും, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു വിഷയങ്ങളിലും ഒരു സാധാരണക്കാരനായ പാർട്ടി പ്രവർത്തകനോ അനുഭാവിക്കോ ഇടപെടാൻ സാധിക്കില്ല. പക്ഷേ 6 വർഷമായപ്പോഴേക്കും അവരുടെ സമീപനത്തിൽ വളരെ വ്യക്തമായ മാറ്റമുണ്ടായി. ഇന്ന് ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം കറവ പശുക്കളാണ്. അവിടുത്തെ ജീവനക്കാരൊക്കെ ഒരു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കേണ്ടവരാണ്. പണ്ട് അവർ പറയുമായിരുന്നു 4 ചുവരുകൾക്കുള്ളിലുള്ള ഒരു ശില മാത്രമാണ് ക്ഷേത്രങ്ങൾ എന്ന് വെച്ചാൽ 1980-കൾ ലോകം മുഴുവന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് സ്വാധീനമുണ്ടായ ഒരു കാലഘട്ടത്തിൽ കേരളം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അത്തരത്തിലുള്ള വ്യാഖ്യാനം അവർ നടത്തിയിരുന്നു. ഇന്ന് അവരുടെ നരേറ്റീവ് എല്ലാം തന്നെ വേറൊരു രീതിയിലേക്ക് മാറി എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ക്ഷേത്രങ്ങളിലേക്കും സമുദായ സംഘടനകളിലേക്കും പാർട്ടിയുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നു. കാരണം ഹൈന്ദവ അടിത്തറ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് എന്ന് എല്ലാവർക്കും അറിയാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുള്ള പ്രസ്ഥാനം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി തന്നെയാണ്. പക്ഷേ ഓരോ കാലഘട്ടത്തിലും ഈ പാർട്ടി കാട്ടിക്കൂട്ടുന്ന ഹിന്ദു വിരുദ്ധമായ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ശബരിമലയായിക്കൊള്ളട്ടെ തുടങ്ങിയ ധാരാളം ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അവരുടെ ആ മാറ്റം ഹിന്ദുക്കള് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തേടിച്ചെല്ലുന്നില്ല, അല്ലെങ്കിൽ അതിൽ പ്രവർത്തിച്ചിരുന്ന ആൾക്കാർ മാറുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു നയം അവർ സ്വീകരിച്ചു. അതിനെന്താണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലായിട്ടില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ശ്രീ RV ബാബു സൂചിപ്പിച്ച പോലെ നമ്മുടെ ക്ഷേത്രത്തിന്റെ ചൈതന്യത്തെ ഇല്ലാതാക്കാൻ അവരെ കലാപരിപാടികളെ ആസൂത്രിതമായി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. നമ്മൾ ശ്രദ്ധിക്കുക, 10 മണിക്ക് ശേഷം ഒരു ക്ഷേത്രത്തിലും ഇന്ന് കലാപരിപാടികൾ സാധ്യമല്ല. സാധ്യമായ ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ നേതൃത്വം നൽകുന്ന ക്ഷേത്രോപദേശക സമിതികൾ ഉള്ള ക്ഷേത്രങ്ങളിൽ പോലീസിന്റെ സഹായത്തോടുകൂടി അലോഷി ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ചിന്താഗതിക്കാരായ ആൾക്കാരുടെ ഗാനമേളകളും നാടകങ്ങളും സംഘടിപ്പിക്കുന്നു. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, വെളുപ്പിനെ വരെ നീണ്ടു നിൽക്കുന്ന ഒരു ക്ഷേത്ര കലയാണ് കഥകളി എന്ന് പറയുന്നത്. ഇന്ന് കഥകളി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം 10 മണിക്ക് ശേഷം ഏതെങ്കിലും ക്ഷേത്രത്തിൽ കഥകളി നടത്തുകയാണെങ്കിൽ ഉടനെ മൈക്ക് ഓഫ് ആക്കുന്നു. ആ കലാകാരന്മാർക്കെതിരെയും ആ ക്ഷേത്ര ഭാരവാഹികൾക്കെതിരെയും കേസെടുക്കുന്ന ഒരു നയമാണ് ഇന്ന് കേരള പോലീസും ഇതിന് പരാതി കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖാക്കന്മാരും അനുവർത്തിച്ചു വരുന്ന നയം. അതൊരു തെറ്റായ കീഴ്വഴക്കമാണ്. ഈ ക്ഷേത്ര കലകളെ ഇല്ലാതാക്കുക, ആ സ്ഥാനത്തേക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഒരു കാലത്ത് വളർന്നത് KPSCയുടെ നാടകങ്ങൾ, തോപ്പിൽ ഫാസിയുടെ നാടകങ്ങൾ കൂടി ആയിരുന്നു എന്ന് പറയപ്പെടുന്നു. അത് നാടകവേദിയായിരുന്നു. ആ ക്ഷേത്രങ്ങളിലൊന്നും അക്കാലത്ത് ആ നാടകങ്ങൾ ഉപയോഗിച്ചിരുന്നില്ല. ഇന്ന് പക്ഷേ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്ന നാടകമൊക്കെ തന്നെ വീണ്ടും നമ്മുടെ ക്ഷേത്രങ്ങളിലേക്ക് എത്തിപ്പെടുകയാണ്. അല്ലെങ്കിൽ അവർക്ക് ആ നാടകം കളിക്കാൻ 10 മണിക്ക് ശേഷം അവസരം ഒരുക്കുമ്പോൾ
നമ്മളുടെ കഥകളി ഉൾപ്പെടെയുള്ള ക്ഷേത്ര ആചാരത്തിന്റെ ഭാഗമായിട്ടുള്ള കലാരൂപങ്ങളെ ആ ക്ഷേത്രത്തിന്റെ പടിക്ക് പുറത്തേക്ക് പിണ്ടം വെച്ചിറക്കുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർക്കൊക്കെ വലിയ വിശ്വാസമാണ്. അതവരുടെ വൈരുദ്ധ്യാത്മികമായ പൗരുദ്ധ്യാത്മിക രാഷ്ട്രീയമാണ് അവർക്കുള്ളത്. എന്ന് വെച്ചാൽ വിശ്വാസമില്ല, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്നൊക്കെ അവർ ഒരു വശത്ത് പറയുമ്പോൾ പാർട്ടി തന്നെ ഇത്തരത്തിലുള്ള ആൾക്കാരെ ക്ഷേത്രങ്ങളിലേക്ക് പറഞ്ഞു വിടുകയാണ്. ഒരു കാര്യമുണ്ട്, ശ്രീ സുരേഷ് ബാബു സൂചിപ്പിച്ചതുപോലെ ഒരു ചൈതന്യമൊന്നും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ ഇത്തരത്തിലുള്ള ഒരു ഗാനമേള നടത്തിയത് കൊണ്ടോ പുഷ്പനെ അറിയാമോ സഖാക്കളെ എന്നൊക്കെയുള്ള പാട്ട് പാടിയത് കൊണ്ടോ കേരളത്തിലെ തകർന്നു വീഴുന്ന ക്ഷേത്ര ചൈതന്യമൊന്നും ഇല്ല എന്ന് ഞങ്ങൾക്ക് പറയാം. കേരളത്തിലെ ക്ഷേത്ര ചൈതന്യം അപ്രകാരം തകരുകയായിരുന്നുവെങ്കിൽ കേരളത്തിലെ ക്ഷേത്രങ്ങൾ എന്നേ നശിപ്പിക്കപ്പെട്ടേനെ. ടിപ്പുവിന്റെ കാലത്ത് 1921 മലബാറിലെ എത്രയോ ക്ഷേത്രങ്ങളാണ് തച്ചുടച്ചത്. ആ ക്ഷേത്രങ്ങൾ തച്ചുടച്ച ശക്തികൾക്കൊക്കെ ആരാണ് പെൻഷൻ നൽകിയത്? കേരളത്തിൽ മാറി മാറി വന്നിട്ടുള്ള ഇടത് സർക്കാരാണ് അവരെയൊക്കെ സ്വാതന്ത്ര്യ സമര പോരാളികളായി വിശേഷിപ്പിച്ചുകൊണ്ട് ക്ഷേത്ര ധ്വംസകർക്ക് ആ പെൻഷൻ നൽകിയത്. അത് തെറ്റായ കീഴ്വഴക്കമാണ് അത്തരത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ആ ക്ഷേത്രങ്ങളുടെ ഒന്നും ചൈതന്യം പോയിട്ടില്ല. ആ ക്ഷേത്രങ്ങളുടെ സ്വത്തുക്കളിൽ മാത്രമാണ്. ഈ ചൈതന്യത്തെ ഒന്നും കവരാന് ഈ ലോകത്ത് ജനിച്ച, ഈ ഭാരതത്തിൽ ജനിച്ച ഒരു ശക്തികളും സമ്മതിച്ച് നൽകില്ല എന്ന് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അറിയാം. അപ്രകാരം ഒരു വളർച്ച അവർക്ക് കേരളത്തിൽ സാധ്യമായിട്ടുമില്ല. 1925 ഒരേപോലെ തുടക്കം കുറിച്ച രണ്ട് പ്രസ്ഥാനങ്ങളുടെ ഇന്നത്തെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ഇവര് കാണിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ എന്തിന്റെ അടിസ്ഥാനമാണ്? അവർക്കൊരു വ്യക്തിത്വ, ഒരു ഐഡന്റിറ്റി അവർക്കില്ല എന്നുള്ളത്. ഒരു കാറൽ മാർക്സ് പറഞ്ഞ അല്ലെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അനുസരിച്ചാണോ ഇന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത്? അല്ല. അവർക്ക് മൂന്നാമതും ഭരണം കിട്ടണം. അതിനുവേണ്ടി സംഘടിത വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാൻ വേണ്ടി, ഇവിടുത്തെ സുഡാപ്പികളെയും ഇവിടുത്തെ ജിഹാദികളുടെയും കയ്യടി കിട്ടാൻ വേണ്ടി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ക്ഷേത്ര ചൈതന്യം ഒന്നും തകരുമെന്ന് ഞങ്ങളും വിശ്വസിക്കുന്നില്ല. അത് ആ പാർട്ടിക്ക് സാധിക്കത്തുമില്ല. ഇവിടെ അതിനെതിരെ ശക്തമായ ഒരു ഹൈന്ദവ വികാരം ഉണർന്നു വരുന്നുണ്ട്. ഒരു കണക്കിന് നല്ലതാണ്. ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ കാട്ടിക്കൂട്ടുമ്പോൾ നിഷ്പക്ഷമായി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പ്രസ്ഥാനങ്ങളോടൊപ്പം നിൽക്കുന്ന സാധാരണ സനാതന ഹൈന്ദവ വിശ്വാസിയായ സഖാക്കന്മാരുടെ ചിന്ത മാറുമെന്നുള്ളത് തീർച്ചയാണ്. അവരും ശരിയുടെ പാതകളിലേക്ക് ചിന്തിക്കും. ഈ കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങളെ ഒരിക്കലും സാധാരണക്കാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭാവികള് സമ്മതിച്ചു കൊടുക്കില്ല. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടരുകയാണെങ്കിൽ അതിൽ കൂടെ ആയിരിക്കും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ തകർച്ച ഉണ്ടാകുന്നത് എന്നുള്ളത് കൃത്യമാണ്. അത് എഴുതി വെക്കേണ്ട കാര്യമാണ്. അപ്രകാരമുള്ള സംഭവിക്കും. ഇവർ വിചാരിച്ചാലൊന്നും ക്ഷേത്ര ചൈതന്യം തകരില്ല. ശരി. ശ്രീ PM സുരേഷ് ബാബു, ഇങ്ങനെ ജനം കൂടുന്നിടത്ത് അല്ലെങ്കിൽ ഉത്സവ അന്തരീക്ഷം നിലനിൽക്കുന്നിടത്ത് ഈ വിപ്ലവ ഗാനങ്ങളൊക്കെ ആലപിക്കുകയും പാർട്ടി കൊടികൾ ഉയർത്തിക്കാട്ടുകയും ഒക്കെ ചെയ്താൽ ഏതെങ്കിലും രീതിയിൽ അവിടെയുള്ളവരെ സ്വാധീനിക്കാം എന്നുള്ള അത്തരത്തിൽ നിഷ്കളങ്കമായ ഒരു മനോഭാവം ഒന്നും വച്ചു പുലർത്തുന്നവരല്ല CPM അണികൾ എന്നുള്ളത് എല്ലാവർക്കും നന്നായി അറിയാം. കാരണം അങ്ങനെയാണ് അവർ ചിന്തിക്കുന്നതെങ്കിൽ ഇതര മതസ്ഥരുടെ ഉത്സവ അന്തരീക്ഷത്തിലും ഉത്സവ സമ്മേളനങ്ങളിലുമൊക്കെ അത്തരത്തിൽ പ്രവർത്തിക്കേണ്ടതാണ്. അപ്പോൾ അവിടെയൊന്നും അത് നമ്മൾ കാണുന്നില്ല. പകരം ഹിന്ദു ദേവതകളെ, ഹിന്ദു ദൈവങ്ങളെ, ഹൈന്ദവ ക്ഷേത്രങ്ങളെ, ഹിന്ദു സമൂഹത്തെ ഇവയൊക്കെയാണ് പലപ്പോഴും ലക്ഷ്യം വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനെ എങ്ങനെ അപക്വമെന്നും നിഷ്കളങ്കമെന്നും അറിയാതെ ചെയ്തു പോയ പ്രവൃത്തിയെന്നുമൊക്കെ പറഞ്ഞ് നമുക്ക് ന്യായീകരിച്ച് കൈകഴുകാൻ പറ്റും? ഞാൻ ഈ ചർച്ചയിൽ അവരപ്പം രണ്ടുപേരും ശ്രീ RV ബാബു എനിക്ക് നേരത്തെ പരിചയമുള്ള ആളാണ്. പക്ഷെ രണ്ടുപേരും ഇങ്ങനെ ഒരുപാട് മിനിറ്റുകൾ ഇങ്ങനെ ഒരുമിച്ച് അവർ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഞാനൊരു ഭാഗത്തിരുന്നു കൊണ്ട് ഞാനിതിനെ വളരെ പക്വമായി തന്നെ മാത്രം സമീപിക്കുന്നൊരു രീതിയാണ് എടുക്കുന്നത്. അവർ ധാരാളം അവസരങ്ങൾ അവർക്ക് അവരുടേതായ രാഷ്ട്രീയ സാമൂഹ്യ ചിന്തയെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നൊരവസരം ഉണ്ടല്ലോ. ഞാനത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് ദർ പ്രൊറഗേറ്റീവ്. ആങ്കർ എന്നുള്ള നിലയിൽ അങ്ങയുടെയും ശ്രദ്ധയുണ്ടാകണമെന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇക്കാര്യത്തിൽ ഇവർ പറഞ്ഞ പല കാര്യങ്ങളോടും യോജിക്കുന്ന ഒരാളാണ് ഞാൻ. ഏത് തരത്തിലാണ് ഇത്? ക്ഷേത്രത്തിലെയും ദൈവചൈതന്യവും എന്നൊക്കെ പറയുന്നത് മനുഷ്യനിർമ്മിതമല്ല, അല്ലെങ്കിൽ മനുഷ്യർക്ക് അതിനെ ചെറുതാക്കാനും വലുതാക്കാനും കഴിയും എന്ന വിശ്വാസമൊന്നും ഉള്ള ഒരാളല്ല ഞാനൊക്കെ. അതൊരു ചൈതന്യമാണ്. ആ ചൈതന്യത്തെ ആഗ്രഹിക്കുന്നവരുണ്ട്, ആഗ്രഹിക്കാത്തവരുണ്ട്. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ദൈവവിശ്വാസം ഇല്ലാത്ത ആളുകൾക്കുണ്ട്, ഉള്ള ആളുകളുണ്ട്.
അത്തരം ആളുകൾക്കൊക്കെ ജീവിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഈ പ്രവൃത്തിയിലൂടെ ദൈവവിശ്വാസത്തിൻ്റെ ചൈതന്യവത്തായ സാമൂഹ്യക്രമത്തെ നശിപ്പിച്ച് കളയാം, അല്ലെങ്കിൽ ഇല്ലാതാക്കി കളയാം എന്ന് വിചാരിക്കുന്നവർക്കും ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. അവർ പ്രവർത്തിക്കുന്നുണ്ട്. അവരായിരിക്കാം ഒരുപക്ഷെ ഈ ക്ഷേത്ര കമ്മിറ്റിയിൽ ഇപ്പോഴത്തെ അധികാരികളായി വന്നിട്ടുണ്ടാവുക. അങ്ങനെ അവർ ചെയ്തിട്ടുണ്ടത്. പക്ഷേ 10,000-കണക്കിന് ക്ഷേത്രങ്ങളുള്ള ഈ കേരള സംസ്ഥാനത്ത് ഒരു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ 2 ക്ഷേത്രത്തിൽ അവിടുത്തെ അപക്വമായ രാഷ്ട്രീയ ചിന്ത കൊണ്ട് ഇതൊക്കെ വളരെ എളുപ്പത്തിൽ ചുളുവിൽ ഈ കമ്മ്യൂണിസ്റ്റ് ആക്കിക്കളയാം, കോൺഗ്രസ് ആക്കിക്കളയാം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു രാഷ്ട്രീയ സമീപനം ഉള്ളതുകൊണ്ട് അവർ വിഡ്ഢികളാവുക, അവർ ഒന്നിനും കൊള്ളാത്തവരാവുക എന്നുള്ളതിൽ കവിഞ്ഞ് ഒന്നും സംഭവിക്കാനിടയില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നമ്മളത് ആലോചിക്കേണ്ടുന്നൊരു വിഷയം എന്താണ്? ഇത് പൊതുജന സമക്ഷത്തിൽ ആ പ്രത്യേക ഏരിയയിൽ കൊണ്ടുപോയി ജനങ്ങളോട്, അവിടുത്തെ ക്ഷേത്രവിശ്വാസികളോട് പ്രചാരണം നടത്തി പറയുക, ഈ ക്ഷേത്രാങ്കണം ഇത്തരം ഗാനാലാപനങ്ങൾക്ക്, ഇത്തരം നാടകങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഒരു ക്ഷേത്ര ചൈതന്യത്തിന് വിരുദ്ധമായൊരു സമീപനമാണ് എന്ന നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞു കൊടുത്താൽ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നവരായിരിക്കും ധാരാളം ആളുകൾ എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതല്ലാതെ ഇത് ഒരു വലിയ സംഘടിതമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ എന്നുള്ള നിലയ്ക്ക് കാര്യങ്ങൾ പോകേണ്ടുന്നൊരു കാര്യമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊന്നും ഇപ്പോൾ അത്തരമൊരു സമീപനമില്ല. അവർ ഈ കാര്യത്തിലൊക്കെ പക്വമായ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറി എന്നുള്ള ഒരു ബോധ്യത്തിലാണ് ഞങ്ങളൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നത്. പിന്നെ ഇവിടെ സംസാരിച്ച 2 സംഘടനാ പ്രതിനിധികൾക്കും ഒരിക്കലും ഈ രാഷ്ട്രീയ സമീപനത്തെ അംഗീകരിക്കാൻ കഴിയുന്നവരല്ല എന്ന് ഞങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അവർ ഇതിനെതിരായി പറഞ്ഞുകൊണ്ടിരിക്കണം, പറയണം. അത്തരം കൗണ്ടർ പ്രവർത്തനങ്ങളാണ് മറ്റവർ നടത്തുന്നത് എന്ന ഒരു രാഷ്ട്രീയ സമീപനം അതിനോട് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഇത് ഒരു തരത്തിലും കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ മാറ്റിക്കളയാൻ കഴിയുന്നതല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒപ്പം തന്നെ ഞാൻ യോജിക്കാത്തൊരു മേഖല മറ്റ് സമുദായങ്ങളുടെയും മറ്റ് മതങ്ങളുടെയും ആചാരങ്ങളിലോ അല്ലെങ്കിൽ ഉത്സവങ്ങളിലോ ഇതൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറയുന്നതിനോട് സാമുദായിക മതാടിസ്ഥാനത്തിലുള്ള ഒരു രാഷ്ട്രീയ ചിന്തക്ക് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എന്നതുകൊണ്ട് അക്കാര്യത്തെക്കുറിച്ച് ഞാൻ ഒരു മറുപടിയായി ഒന്നും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ശരി, ശ്രീ PM സുരേഷ് ബാബു, അതോടൊപ്പം ഒരു ചോദ്യം കൂടി. കാരണം താങ്കൾ നേരത്തെ പറഞ്ഞു അപക്വമായ ഒരു സമീപനം തന്നെയാണ്, ഇതുമൂലം സ്വാധീനിക്കാനൊന്നും രാഷ്ട്രീയ പാർട്ടിക്ക് കഴിയില്ല എന്നു മാത്രമല്ല, ഇതിനെതിരെ ആരെങ്കിലും പ്രചാരണം നടത്തുകയാണെങ്കിൽ അത് സാധാരണക്കാരായ ജനങ്ങൾ സ്വീകരിക്കുമെന്നുള്ളത്. താങ്കൾ പറഞ്ഞ ഈ കാഴ്ചപ്പാട് CPM അണികൾക്കുമുണ്ട്, ഇതിലെ ഉപദേശക സമിതി അംഗങ്ങൾക്കും ബോധ്യമുള്ള കാര്യമല്ലേ? കാരണം അവർ അത്രമാത്രം വിഡ്ഢികളൊന്നുമല്ലല്ലോ ഇത് തിരിച്ചു ചിന്തിക്കാൻ. ഒരു വിപ്ലവഗാനം പാടിയതുകൊണ്ട് ആ സമൂഹത്തെ മുഴുവൻ തങ്ങൾക്ക് അനുകൂലമാക്കാം എന്നുള്ള ധാരണയൊന്നും വച്ചു പുലർത്തുന്നവരല്ലല്ലോ. അപ്പോൾ ഇത് വിവാദമാകും എന്നുള്ളത് ബോധ്യമുണ്ട്. അങ്ങനെ വിവാദമാകണം എന്നും എന്നാലും തങ്ങൾ ഇത്തരത്തിലുള്ള ചില നടപടികൾ തുടരും എന്നുമുള്ളത് ആ ധാർഷ്ട്യം, അതിനെ നമുക്ക് എങ്ങനെ കാണാൻ കഴിയും? അല്ല, അതിൻ്റെതായ ഡയറക്റ്റായിട്ടുള്ളൊരു ഉത്തരം എന്ന് പറയുന്നത് അത് ആ പ്രദേശത്തെ ഒരു രാഷ്ട്രീയ ചിന്തയുടെ മാത്രം രാഷ്ട്രീയ ചിന്ത എന്ന് എനിക്ക് അതിനെക്കുറിച്ച് പറഞ്ഞുകൂടാ. ആ ആളുകളുടെ ഒരു കുടിലമായ ചിന്തയുടെ ഭാഗമായി ഉണ്ടായ ഒരു സംഗതിയായിട്ട് മാത്രം അതിനെ കണ്ടാൽ മതി. ആ ഒരു ധാർഷ്ട്യം പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ധാർഷ്ട്യം ഉണ്ടാകാം ഉള്ള സാധ്യതയൊക്കെ ഞാൻ കാണുന്നുണ്ട്. അതല്ലാതെ ഒരു പാർട്ടിയുടെ ദാക്ഷ്യമായി അതിനെ ചിത്രീകരിക്കുന്നത് ഒരിക്കലും ശരിയല്ല. ശരി, ശ്രീ RV ബാബു, അങ്ങനെയാണോ? ഇത് ഒരു വളരെ ചെറിയ ഒരു കൂട്ടം ആൾക്കാരുടെ മനോഭാവത്തിന്റെ പുറത്തുണ്ടായ ഒരു പ്രവൃത്തി മാത്രമാണ്, ഇതിനെ പാർട്ടി പഴി പറയേണ്ടതില്ല എന്നാണ്? ശ്രീ സുരേഷ് ബാബു ചർച്ചകളിൽ വളരെ സൗമ്യമായി സംസാരിക്കുന്ന ഒരാളാണ്. അദ്ദേഹവുമായിട്ട് ഞാൻ നിരവധി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പൂർണ്ണമായ ഒരു കമ്മ്യൂണിസ്റ്റ് ആയിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു കുറവ്. അദ്ദേഹം ഈ അടുത്ത കാലത്ത് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രവുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹം
പഴയ ഒരു കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസിനായിരുന്ന സമയത്തുള്ള അദ്ദേഹത്തിന്റെ ആ മനോഭാവം അതിപ്പോഴും ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ നടപടികളോട് പൂർണ്ണമായും യോജിക്കാത്തത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അറിയുന്ന ആർക്കും പാർട്ടിയുടെ ഈ നിലപാടുകളെ സംബന്ധിച്ച് സംശയമില്ലാത്ത കാര്യമാണ്. രാഷ്ട്രീയ അടവ് നയത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചും വിശ്വാസത്തെ സംബന്ധിച്ചും ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലപാടുകൾ എടുത്തിട്ടുണ്ട്. ആ പാർട്ടി അണികളോട് വിശ്വാസം വെച്ചു പുലർത്തുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു അടവ് നയത്തിന്റെ ഭാഗമാണ്. ജനാധിപത്യത്തെ ഒരു അടവ് നയത്തിന്റെ ഭാഗമായിട്ടാണ് പാർട്ടി അംഗീകരിക്കുന്നത്. പാർലമെന്ററി ജനാധിപത്യം 1950-കൾ വരെ പാർട്ടി അംഗീകരിച്ചിരുന്നില്ലല്ലോ. അതാണല്ലോ കൽക്കട്ട തീസിസിന്റെ കാരണം. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അതാത് കാലത്തെ രാഷ്ട്രീയ അടവ് നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ നിലപാടുകൾ സ്വീകരിക്കുന്നത്. ഇന്നത്തെ കേരളത്തിന്റെ സാഹചര്യത്തിൽ വലിയ തോതിലുള്ള ഒരു ഹിന്ദു ഉണർവ് ഉണ്ടായിട്ടുണ്ട്. ആ ഹിന്ദു ഉണർവ് രാഷ്ട്രീയമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ശബരിമല പ്രക്ഷോഭത്തിന് ശേഷമുണ്ടായിട്ടുള്ള കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിനുണ്ടായിട്ടുള്ള മുറിവുകൾ അത് വലിയ തോതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തിരിച്ചടിയായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം നിലകൊണ്ടിരുന്ന ഒരുപാട് ഹിന്ദുക്കൾ അവർ പാർട്ടിയെ ഉപേക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ പാർട്ടിക്ക് അറിയാം. അപ്പൊ കുറെ കാലമായിട്ട് പാർട്ടി മുമ്പ് പാലക്കാട് പ്ലീനം നടന്നത് ശ്രീ സുരേഷ് ബാബു കോൺഗ്രസിലായിരുന്ന സമയത്താണ്. അന്ന് പാർട്ടി എടുത്ത തീരുമാനം ഗണപതി ഹോമം നടത്താൻ പാടില്ല, കറുപ്പെടുത്ത് പോകാൻ പാടില്ല, ശബരിമലയിൽ പോകാൻ പാടില്ല, ഇങ്ങനെ ഒട്ടനവധി തിട്ടൂരങ്ങൾ ഇറക്കിയിരുന്നു. ക്ഷേത്ര വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കാൻ പാടില്ല. ഇതെല്ലാം പാർട്ടി പ്ലീനത്തിന്റെ തീരുമാനമായിരുന്നു പാലക്കാട്. നമ്മളതൊക്കെ പത്രങ്ങളിൽ വായിച്ചതല്ലേ. അപ്പൊ പാർട്ടിയുടെ അത്തരം തീരുമാനങ്ങൾ വിലപ്പോകാതെ സഖാക്കന്മാര് പാർട്ടി തീരുമാനത്തിന് അപ്പുറത്തേക്ക് പോകുന്നു. ഇതൊന്നും സർവ്വസാധാരണ ഹിന്ദുക്കൾ അവര് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നവരാണെങ്കിലും ഹിന്ദുക്കളെ അത് പാർട്ടിക്ക് കിട്ടുന്ന വോട്ട് നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നതെന്ന് കണ്ടപ്പോൾ അവർ കളം മാറ്റി ചവിട്ടുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ ആത്യന്തികമായി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന് ഈശ്വര വിശ്വാസിയാകാൻ സാധ്യമല്ല. നമുക്കതറിയാം. കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ അത് നിരീശ്വരവാദപരമാണ്. ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസമാണ് അതിന്റെ ആത്മാവ്. വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദമാണ് അതിന്റെ ആത്മാവ്. അപ്പൊ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ നിരീശ്വരവാദിയാവാനേ പറ്റൂ. അപ്പോ അടവ് നയത്തിന്റെ ഭാഗമായി ഈ നിലപാടെടുക്കുമ്പോഴും ആത്യന്തികമായി തങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങൾക്കെതിരായിട്ടാണ് ഈ പ്രവർത്തനം എന്ന് തിരിച്ചറിയുന്ന പാർട്ടി നേതൃത്വം സ്വഭാവേന ഇതിനെതിരായിട്ടുള്ള നിലപാടുകളാണ് എടുക്കാൻ അവരുടെ ചോദന ഉണ്ടാവുക. അതുകൊണ്ട് വളരെ ആസൂത്രിതമായി പുറമേക്ക് തങ്ങൾ ക്ഷേത്രവിശ്വാസികളാണ്, ക്ഷേത്രത്തിൽ കടന്നുകൂടുന്നത് ക്ഷേത്രങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് പറയുമെങ്കിലും അകമേ ഇതിനെ തകർക്കുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുക. ഇത് ആദ്യത്തെ സംഭവമല്ല. ശ്രീമാൻ ജയരാജന്റെ അടക്കമുള്ള ചിത്രങ്ങൾ വഹിച്ചുകൊണ്ട് കണ്ണൂർ ജില്ലയില് നിരവധി ക്ഷേത്രങ്ങളിൽ പോസ്റ്ററുകൾ ക്ഷേത്രോത്സവങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർത്തിയത് ശ്രീ സുരേഷ് ബാബുവിന് ഓർമ്മയുണ്ടോ? എത്രയോ പാർട്ടി ഗ്രാമങ്ങളിൽ ആ ഗ്രാമങ്ങളിൽ നടക്കുന്ന ഉത്സവങ്ങളിൽ പാർട്ടി പതാക ഉയർത്തി. കൊല്ലം ജില്ലയിൽ തന്നെ ഒരു ക്ഷേത്രത്തിൽ പാർട്ടി പതാക ഉയർത്തി ക്ഷേത്രത്തിനകത്ത ഉത്സവവുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഇതൊക്കെ എത്രയോ സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പാർട്ടിയുടെ നയങ്ങൾ നടപ്പാക്കാനുള്ള വേദിയായിട്ട് ഇതിലൂടെ ക്ഷേത്രത്തിന്റെ ചൈതന്യം നശിപ്പിക്കാം എന്നല്ല അവർ വിചാരിക്കുന്നത്. പാർട്ടിയുടെ കേന്ദ്രങ്ങളായി സമഗ്രാധിപത്യത്തിലേക്ക് സർവ്വതും കൊണ്ടുവരിക, ജനങ്ങൾ ഒത്തുകൂടുന്ന, ഹിന്ദുക്കൾ ഒത്തുകൂടുന്ന സ്ഥലങ്ങളൊക്കെ പാർട്ടിയുടെ പിടിയിലേക്ക് കൊണ്ടുവരിക, ഹിന്ദുക്കളെ, ക്ഷേത്രവിശ്വാസികളായിട്ടുള്ള ഹിന്ദുക്കളെ അഹൈന്ദവൽക്കരിക്കുക, അവരിലെ ഹിന്ദുത്വ ബോധം ഇല്ലാതാക്കുക, അവരിലെ ക്ഷേത്രവിശ്വാസം തകർക്കുക. അതിന് ആസൂത്രിതമായ രീതിയിൽ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ്. അതാണ് കടയ്ക്കൽ നടന്നത്. എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഇപ്പൊ ഗണപതി മിത്താണ് എന്ന് പറഞ്ഞു. ഇവിടെ ശ്രീ സുരേഷ് ബാബു പറഞ്ഞു അങ്ങനെ ഒരു വിശ്വാസം ഒന്നും ഇപ്പൊ പാർട്ടിക്കില്ലെന്ന്. ഗണപതി മിത്താണ് എന്ന് പറഞ്ഞ നമ്മുടെ സ്പീക്കറുടെ പ്രസ്താവനയോട് പ്രതികരിച്ച ശ്രീ ഗോവിന്ദൻ, പാർട്ടി സെക്രട്ടറിയും അത് ആവർത്തിക്കുകയാണ് ചെയ്തത്. ഗണപതി മിത്ത അല്ലേ എന്ന് ചോദിച്ചു.
പത്രക്കാർ ചോദിച്ചു അള്ളാഹു മിത്താണോ എന്ന്. അതെങ്ങനെ അള്ളാഹു മിത്താവുക? ഇവിടെ ശ്രീ സുരേഷ് ബാബു ആ ചോദ്യത്തിൽ നിന്ന് ഒഴിവായല്ലോ. മറ്റ് ഇതര ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട് ചോദിച്ചാൽ എനിക്കതിന് മറുപടി പറയാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞ സുരേഷ് ബാബു, എം വി ഗോവിന്ദൻ അത് പച്ചയ്ക്ക് പറഞ്ഞു, എനിക്ക് എങ്ങനെയാണ് അള്ളാഹു മിത്താണ് എന്ന് പറയാൻ പറ്റുക? അപ്പൊ ഗണപതി മിത്താണോ? ഗണപതി മിത്തല്ലാതെ പിന്നെന്താ? സത്യ ഇത് നമ്മൾ ഇത് ഇനി ഇല്ലെന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ മുമ്പിൽ വീഡിയോ ആയിട്ട് ഇപ്പോഴും കിടക്കുകയല്ലേ. ഇത് സമീപനമാണ്, പാർട്ടി നേതൃത്വത്തിന്റെ സമീപനമാണ്, പാർട്ടി സമീപനമാണ്. അതായത് ഹിന്ദു വിശ്വാസങ്ങളെയും ഹൈന്ദവ ആരാധനകളെയും ഒക്കെ തകർക്കുക, ഇല്ലാതാക്കുക. ഇപ്പൊ ഏറ്റവും ഒടുവില് ശിവഗിരി മഠത്തിന്റെ സമ്മേളനത്തിൽ പോയിട്ട് ശ്രീ പിണറായി വിജയൻ എന്താ പറഞ്ഞത്? സനാതന ധർമ്മവും എന്ന് പറഞ്ഞാൽ അത് ജാതി അധിഷ്ഠിതമാണ്, ജാതിവാദമാണ്. ശ്രീനാരായണ ഗുരുദേവൻ സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആളല്ലാതെ അദ്ദേഹവുമായിട്ട് അതിനെ കൂട്ടിക്കെട്ടേണ്ടതാണ്. അപ്പൊ സനാതന ധർമ്മത്തെ ജാതിവാദമായിട്ട് ആക്ഷേപിക്കുകയാണ്. ജാതിയുടെ പേരിലാണ് സനാതനധർമ്മം നിലനിൽക്കുന്നത് എന്നും ജാതിയാണ് സനാതനധർമ്മം എന്നും പറഞ്ഞ് സനാതനധർമ്മത്തെ അപഹസിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറായില്ലേ? ഞാൻ സുരേഷ് ബാബുവിനോട് ചോദിക്കട്ടെ, സുരേഷ് ബാബു, ഈ മാനദണ്ഡം വെച്ച് ഇസ്ലാമിനെ അളക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഈ മാനദണ്ഡം വെച്ച് ക്രിസ്ത്യാനിറ്റിയെ അളക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു ചർച്ചയ്ക്ക് ഞാൻ സുരേഷ് ബാബുവിനെ സ്വാഗതം ചെയ്യുകയാണ്. നമുക്കൊരു ചർച്ചയ്ക്ക് ഞാൻ തയ്യാറാണ്. എന്തൊക്കെയാണ് ഇസ്ലാം മതത്തിലെ ഈ തരത്തിലുള്ള അപരമത വിദ്വേഷത്തിന്റെ ഘടകങ്ങൾ എന്ന് എണ്ണി ഞാൻ പറയാം. അതിന് ഖുർആൻ നൽകുന്ന സാധൂകരണം എന്തൊക്കെയാണ് എന്ന് എണ്ണി ഞാൻ പറയാം. അതിന് തയ്യാറുണ്ടോ സുരേഷ്? അത് വെച്ച് ഇസ്ലാം ഒരു തെറ്റായ മതമാണ് എന്ന് പറയാൻ പിണറായി വിജയൻ തയ്യാറാവുമോ? എന്തുകൊണ്ടാണ് തയ്യാറാവാത്തത്? എന്തുകൊണ്ടാണ് സനാതന ധർമ്മത്തെ കുറ്റപ്പെടുത്തുന്നത്? ജാതി പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തുകയാണെങ്കിൽ ഇസ്ലാമിനെ അതിനേക്കാൾ ലോകത്ത് സമാധാനം കെടുത്തുന്ന നിരവധി സന്ദർഭങ്ങൾ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ ഖുറാനിലില്ലേ? എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് പറയാത്തത്? അപ്പോ ഞാൻ അതിനെക്കുറിച്ച് പറയണമെന്നൊന്നും പറയുന്നില്ല. അത് പറയുന്നത് മര്യാദയാണെന്നും എനിക്ക് അഭിപ്രായമില്ല. ഒരു മുഖ്യമന്ത്രി പറയാൻ പാടില്ലാത്തതാണ്. അപ്പൊ ഇസ്ലാമിനോട് കാണിക്കുന്ന മര്യാദ എന്തുകൊണ്ടാണ് ഹിന്ദുക്കളോട് കാണിക്കാത്തത്, ഹൈന്ദവ ധർമ്മത്തോട് കാണിക്കാത്തത്, സനാതന ധർമ്മത്തോട് കാണിക്കാത്തത്? ഇസ്ലാം കുഴപ്പമാണെന്ന് പറയണം എന്ന് ഒരു മുഖ്യമന്ത്രി പറയണമെന്ന അഭിപ്രായം എനിക്കില്ല. ഞാനത് ആവർത്തിച്ച് പറയുന്നു. ഞാനിത് പറയാൻ കാരണം എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾ ഒരു സോഫ്റ്റ് ടാർഗറ്റ് ആവുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്? ഇത് ചിന്തിക്കണം സുരേഷ് ബാബു, താങ്കളുടെ ഒരു പഴയ കോൺഗ്രസ്സുകാരനും കൂടിയല്ലേ. ഇത് ചിന്തിക്കണം. ഇത് എന്തുകൊണ്ടാണ് എന്ന് പാർട്ടി ഉത്തരം പറയേണ്ടത്. എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾ ഒരു സോഫ്റ്റ് ടാർഗറ്റ് ആയിട്ട് മാറുന്നത്? എല്ലാ കാലത്തും ആക്രമിക്കപ്പെടുന്നത് ഹൈന്ദവ സമൂഹമായിട്ട് മാറുന്നത്? ഇവിടെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഈ ഹിന്ദുക്കൾ ആരാധിക്കുന്ന ദേവീദേവന്മാരുടെ ചിത്രം നഗ്നമായി വരച്ചു. ആ നഗ്നമായി വരച്ച ചിത്രകാരനെ രവിവർമ്മ പുരസ്കാരം കൊടുത്ത് ബഹുമതിക്ക് അർഹയാക്കിയത് നമ്മുടെ എം എ ബേബി വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കും, സാംസ്കാരിക വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോഴാണ്. എം എഫ് ഹുസൈന് അവാർഡ് കൊടുത്ത് അദ്ദേഹത്തെ ആദരിക്കുകയാണ് ചെയ്തത്. എന്തിന്റെ പേരിലാണ്? കേരളത്തിൽ അന്ന് എം എഫ് ഹുസൈനെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങൾ അലയടിക്കുമ്പോൾ ഹുസൈനെ വിളിച്ചു കൊണ്ടുവന്ന് ഇവിടെ അവാർഡ് കൊടുക്കാൻ തയ്യാറായി. എന്താ കാരണം? ഹിന്ദുക്കൾക്ക് അവര് ആരാധിക്കുന്ന, അവര് ദൈവമായി കാണുന്ന സരസ്വതി ദേവിയുടെ നഗ്നചിത്രം, ഭാരതമാതാവിന്റെ നഗ്നചിത്രം, ഹനുമാന്റെ നഗ്നചിത്രം, ഇങ്ങനെ നിരവധി തരത്തിൽ ഹിന്ദുക്കളെ അവഹേളിക്കുന്ന, അപമാനിക്കുന്ന ചിത്രങ്ങൾ വരച്ചവർക്ക് നിങ്ങൾ അവാർഡ് കൊടുത്ത് സ്വീകരിക്കുമ്പോൾ ഇതിനെ എങ്ങനെയാണ് സുരേഷ് ബാബു ന്യായീകരിക്കുക? എങ്ങനെയാണ് പാർട്ടിയുടെ നയം ഹിന്ദു വിരുദ്ധല്ല എന്ന് പറയുക? ഈ സനാതന ധർമ്മത്തിനെതിരല്ലെന്ന് പറയുക? അതുകൊണ്ട് ഞങ്ങളുടെ ഈ നിലപാടുകൾ ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടായിട്ടല്ല കാണേണ്ടത്. ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുക്കുന്ന തെറ്റായ നിലപാടുകളെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഹിന്ദു വിരുദ്ധ നിലപാടുകൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് ഞങ്ങളുടെ രാഷ്ട്രീയമാണ് എന്ന് ആരോപിക്കുന്നത് ചർച്ചയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കോർ ചെയ്യാവുന്ന ഒരു പോയിന്റ് മാത്രമാണ്. വസ്തുതയാവില്ല സുരേഷ് ബാബു. അത് വസ്തുതയാവണമെങ്കിൽ നമുക്ക് വസ്തുത വെച്ച് തന്നെ സംസാരിക്കണം. ഫാക്റ്റിനെ ഫാക്റ്റ് കൊണ്ടേ നേരിടാൻ പറ്റൂ. സത്യത്തെ കള്ളം കൊണ്ട് നേരിടാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ചുകൂടി ബൗദ്ധികമായ സത്യസന്ധത ഈ വിഷയത്തിൽ സുരേഷ് ബാബുവിനെ പോലെ മുതിർന്ന നേതാക്കന്മാര് പുലർത്തണം. ശക്തമായി പാർട്ടിയെ തിരുത്താൻ അങ്ങേക്ക് കഴിയുമെങ്കിൽ അങ്ങ് അതിന് നേതൃത്വം കൊടുക്കണം. ദേവസ്വം ബോർഡിനോട് പറയണം, ഈ കമ്മിറ്റി ഒരു നിമിഷം ഇനി വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, ഈ കമ്മിറ്റിയെ പുറത്താക്കണം. സമാനമായി പ്രവർത്തിക്കുന്ന കമ്മിറ്റികൾ ഉണ്ടെങ്കിൽ ആ കമ്മിറ്റിയൊക്കെ പിരിച്ചുവിടണം. ക്ഷേത്രം വിശ്വാസികളുടേതാണ്, വിശ്വാസികളാണ് അവിടെ ഭരിക്കേണ്ടത്. കേരള ഹൈക്കോടതി നിരവധി തവണ ആ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. പല കമ്മിറ്റികളെയും പുറത്താക്കിയത് കേരള ഹൈക്കോടതിയാണ്. കേരള ഹൈക്കോടതിയാണ് മലബാർ ദേവസ്വം ബോർഡിനെ
പാലക്കാടുള്ള ക്ഷേത്രത്തിന്റെ ചെർപ്പുളശ്ശേരിയിലെ ക്ഷേത്രത്തിലെ പാരമ്പര്യേതര ട്രസ്റ്റിമാരായിട്ട് ഡിവൈഎഫ്ഐയുടെയും CPM-ന്റെയും നേതാക്കന്മാരെ നിയോഗിച്ചപ്പോൾ ആ നിയമനം റദ്ദാക്കിയത് കേരള ഹൈക്കോടതിയാണ്. അന്ന് കേരള ഹൈക്കോടതി പറഞ്ഞു രാഷ്ട്രീയ നേതാക്കന്മാർ ഭരിക്കേണ്ട ഇടമല്ല ക്ഷേത്രം, അത് വിശ്വാസികൾ ഭരിക്കട്ടെ എന്ന്. ആ നിലപാട് സ്വീകരിക്കാനാണ് വേണ്ടത്. അല്ലാതെ പാർട്ടി എടുത്ത തീരുമാനത്തിനനുസൃതമായി പാർട്ടി അംഗങ്ങൾ ക്ഷേത്രത്തിൽ കയറി ഭരണം പിടിച്ചടക്കുക എന്നുള്ളത് ക്ഷേത്രങ്ങളെ രക്ഷിക്കാനല്ല തകർക്കാനാണ് എന്ന ഞങ്ങളുടെ ആ ഒരു വിശ്വാസം, അല്ലെങ്കിൽ ഞങ്ങൾ അത് ആവർത്തിച്ച് പറയുക തന്നെ ചെയ്യും. സുരേഷ് ബാബു. അനിൽ വിളയിൽ, ഇതിന് നമുക്ക് ഒറ്റപ്പെട്ട സംഭവമായോ അല്ലെങ്കിൽ പ്രാദേശികമായി സംഭവിച്ചു പോയ ഒരു പ്രവൃത്തിയായോ ഒന്നും വിലയിരുത്താൻ കഴിയില്ല. കാരണം കാലാകാലങ്ങളായി സംസ്ഥാനത്ത് ഇത്തരത്തിൽ പലപ്പോഴും ഹിന്ദു ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ആചാര ലംഘനങ്ങളും അട്ടിമറി ശ്രമങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി നമുക്ക് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ ശ്രീ കുറുമ്പക്കാവിലായാലും കടക്കൽ ദേവി ക്ഷേത്രത്തിലായാലും തിരുവനന്തപുരം ശ്രീപത്മനാഭന്റെ ആറാട്ടു മണ്ഡപത്തിൽ പോലും കുടുംബശ്രീ യൂണിറ്റിന് പാചകപ്പുരയായി നോൺ വെജ് അടക്കമുള്ള ഭക്ഷണ വിഭവങ്ങൾ, മാംസ തുടങ്ങിയവ ഭക്ഷണം പാചകം ചെയ്യുന്നതിനായി വിട്ടുകൊടുക്കുന്ന ഒരു സമീപനമുണ്ടായി. അതുകൊണ്ട് ഇത് പ്രാദേശിക തലത്തിലായി നമുക്ക് ഒരിക്കലും ഒതുക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ് ഈ സമീപകാല സംഭവങ്ങളും അതിനു മുൻപ് ഉണ്ടായിട്ടുള്ള പല ശ്രമങ്ങളിൽ നിന്നും വ്യക്തമാക്കേണ്ടത്. താങ്കളുടെ അഭിപ്രായവും അങ്ങനെ തന്നെയാണോ? അതെ, ഇതൊരു പ്രാദേശികമായ സംഭവമൊന്നുമല്ല. ഇത് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആസൂത്രിതമായ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ഹൈന്ദവ സ്ഥാപനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ അപകീർത്തികരമായ കാര്യങ്ങൾ നടക്കുന്നത്. നമ്മൾ പല കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഇവർക്കൊരു അടിത്തറ, ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് എന്ത് അടിത്തറയാണുള്ളത്? ശ്രീ സുരേഷ് ബാബു വളരെ പക്വമായ രീതിയിൽ അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിച്ചു. ശ്രീ RV ബാബു സൂചിപ്പിച്ചതുപോലെ അടുത്ത കാലത്ത് കോൺഗ്രസിൽ നിന്ന് കമ്മ്യൂണിസ്റ്റിലേക്ക് വന്ന ഒരാളെന്ന രീതിയിൽ അദ്ദേഹത്തിന് ചില പരിമിതികളുണ്ട്. അദ്ദേഹത്തിന്റെ മുൻകാലത്തുള്ള കാര്യങ്ങളുമായിട്ട് ഇതിനെ കൂട്ടിയോജിക്കുമ്പോൾ അദ്ദേഹത്തിന് പൂർണ്ണമായും ഇതിനെ ഒന്നും ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അദ്ദേഹം ഏറ്റവും തീവ്ര ഭക്തി ഉണ്ടായിരുന്ന കരുണാകരനോടൊപ്പം നിന്നിരുന്ന ആളാണ്. അദ്ദേഹം ആ ഒരു ചായ്വിൽ നിന്ന് പെട്ടെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്ന എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് ചർച്ചയിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന്റെ മനസാക്ഷി സമ്മതിക്കുന്നില്ലായിരിക്കാം. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ അടുത്ത കാലത്തായി ക്ഷേത്ര വിശ്വാസത്തിന്റെ ഭാഗമായിട്ടല്ല ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ഒക്കെ നേതാക്കന്മാർ ക്ഷേത്ര ഭരണസമിതികളിലേക്ക് കയറി പറ്റുന്നത്. അവരവിടുത്തെ സ്വത്താണ് ഉദ്ദേശിക്കുന്നത്. ഈ ക്ഷേത്രത്തിന്റെ സ്വത്തുക്കളെ എപ്രകാരം അവരുടെ പാർട്ടി പരിപാടികൾക്ക് ഉപയോഗിക്കാം എന്നുള്ളതിനുള്ള ഒരു ഗവേഷണമാണ് അവർ നടപ്പാക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ ഏറ്റവും വലിയ ആചാര്യന്മാരിൽ ഒരാളായിരുന്നു ശ്രീ MP പരമേശ്വരൻ. അദ്ദേഹം കഴിഞ്ഞ നൂറ്റാണ്ടിൽ, എന്ന് വെച്ചാൽ 20-ാം നൂറ്റാണ്ടിൽ പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവന നമ്മൾ ഈ കാലഘട്ടത്തിൽ കൂട്ടി വായിക്കേണ്ടതുണ്ട്. ഒരാള് ഈ 20-ാം നൂറ്റാണ്ടിലും ഈശ്വര വിശ്വാസിയായി ഇരിക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ കാരണം അദ്ദേഹത്തിന്റെ തലച്ചോറല്ല, അദ്ദേഹത്തിന്റെ വയറാണ് എന്നാണ് MP പരമേശ്വരൻ പറഞ്ഞത്. ആ വയറിന് അദ്ദേഹം ഉദ്ദേശം എന്താണ്? സാമ്പത്തികമായ കാര്യം തന്നെയാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം, കമ്മ്യൂണിസ്റ്റ് വിശ്വാസിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ഷേത്ര വിശ്വാസിയാവാൻ സാധിക്കില്ല. അപ്രകാരം ഒരാൾ ക്ഷേത്ര വിശ്വാസിയാണ് എങ്കിൽ അയാൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കാൻ ഒക്കില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് നിഷിദ്ധമാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈശ്വര വിശ്വാസിയായ ഒരു വ്യക്തി നിഷിദ്ധനായ വ്യക്തിയാണ്. അദ്ദേഹത്തിന് പാർട്ടിയുടെ അംഗത്വം കൊടുക്കാനും സാധിക്കില്ല. അതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. നേരത്തെ സൂചിപ്പിച്ച നിരവധിയായ ഉദാഹരണങ്ങളുണ്ട്. ആ ഉദാഹരണങ്ങളൊക്കെ തന്നെ ക്ഷേത്രത്തിന്റെ ചൈതന്യത്തിനെ നശിപ്പിക്കാൻ സാധിക്കില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിനെ വളരെ ശക്തമായി ഞാൻ വീണ്ടും ഉറപ്പിക്കുകയാണ്. ഹിന്ദു മതത്തിന്റെ ക്ഷേത്ര ചൈതന്യത്തിനെ നശിപ്പിക്കാൻ ഒരു ശക്തിക്കും സാധിക്കില്ല. പക്ഷെ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്ന ആ ഘടകങ്ങളെ നശിപ്പിക്കാൻ സാധിക്കും. ക്ഷേത്രത്തിന്റെ ഭൗതികമായിട്ടുള്ള വളർച്ചയെ നശിപ്പിക്കാൻ സാധിക്കും. ക്ഷേത്രത്തിന്റെ സ്വത്തുവകളെ നശിപ്പിക്കാൻ സാധിക്കും. ക്ഷേത്രത്തിനെ പിടിച്ചെടുത്തുകൊണ്ട് അവരുടെ ട്രേഡ് യൂണിയൻ ഭരണം നടപ്പാക്കാൻ ആ ശക്തികൾക്ക് സാധിക്കും. ഇത് ഒരു കാലത്ത് തുടങ്ങിയതല്ല. EMSന്റെ സർക്കാരിന്റെ കാലഘട്ടം തൊട്ട് പിണറായി വിജയന്റെ ഈ ദിവസം വരെ ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ RV ബാബു സൂചിപ്പിക്കുകയുണ്ടായി. ഈ കടക്കൽ ക്ഷേത്രത്തിൽ നടന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് ഇതുവരെ ഒരു നടപടി സ്വീകരിച്ചില്ല എന്നുള്ളത് ശക്തമായ പ്രതിഷേധത്തിനിടയാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇന്ന് ഈ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായ അഡ്വക്കേറ്റ് പ്രശാന്തിന്റെ ഒരു പ്രസ്താവന പത്രത്തിൽ കണ്ടു. കടക്കൽ ക്ഷേത്രത്തിൽ അപ്രകാരം ചെയ്ത ആ ക്ഷേത്രോപദേശക സമിതിയും അതിന് കാരണക്കാരായ വ്യക്തികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന പത്രപ്രസ്താവനയുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ആ പത്രപ്രസ്താവനയ്ക്കകത്ത് തന്നെ ബാലൻസിങ്ങിന്റെ ഭാഗമായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഏതോ ഒരു ക്ഷേത്രത്തിൽ RSSന്റെ ശാഖ നടന്ന നടപടിക്കെതിരെയും അച്ചടക്ക നടപടി ഉണ്ടാകും. ഇതാണ് അവരുടെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ
ഈ ഇതര ജിഹാദി സംഘടനകളെ സുഖിപ്പിക്കാൻ വേണ്ടി കടയ്ക്കൽ ക്ഷേത്രത്തിലും ഞങ്ങൾ നടപടിയെടുത്തു. ഏതോ ഒരു ക്ഷേത്രത്തിലെ ഒരു ചെറിയ സായം ശാഖ നടത്തിയ നടപടിക്കെതിരെ ഞങ്ങൾ നടപടി സ്വീകരിച്ചു. ഇത് കയ്യടി നേടാൻ വേണ്ടിയുള്ള ഒരു കാര്യമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ കുറെ കാലമായി ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളെയാണ് ഇവർ ഹൈജാക്ക് ചെയ്യുന്നത്. ആ ചടങ്ങുകളെ ഹൈജാക്ക് ചെയ്യുന്നു. ക്ഷേത്ര ഉത്സവങ്ങൾ, ആനപ്പുറത്ത് ജീവിതകളെ എഴുന്നള്ളിക്കുന്ന ഒരു സമൂഹമാണ് നമ്മളുടേത്. പക്ഷേ ആ സാഹചര്യത്തില് ആനപ്പുറത്ത് ജീവിതകളിൽ എഴുന്നള്ളിക്കുന്നത് ലോകം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ തീവ്രവാദ ശക്തികളെയാണ്. ആ ശക്തികളെ ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്ന കാഴ്ച കണ്ടിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാൻ കേരളത്തിലെ ഇടത് സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളത് എന്തുകൊണ്ടാണ്? ഏത് കൊച്ചുകുട്ടിക്കും അതിന് ഉത്തരം പറയാൻ സാധിക്കും. സംഘടിത വോട്ട് ബാങ്ക് അടുത്ത 3ാം ഭരണവും തുടർച്ചയായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ കേരളത്തിലെ ഹിന്ദുക്കളായിട്ടുള്ള സാധാരണ സഖാക്കന്മാരുടെ വോട്ട് കൊണ്ട് മാത്രം സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് ഈ ജിഹാദി ശക്തികളെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് കൈയടിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഭരണ സംവിധാനമാണ് കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. സർവ്വക്ഷേത്രങ്ങളും ഇന്ന് അവർ പിടിച്ചെടുക്കുകയാണ്. ആ പിടിച്ചെടുക്കുമ്പോൾ അവർ ഉദ്ദേശിക്കുന്ന കാര്യം ആ ക്ഷേത്രങ്ങളെയൊക്കെ സ്ഥാപനവൽക്കരിക്കുകയാണ്. സ്ഥാപനവൽക്കരണമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട അജണ്ട. സഹകരണ മേഖലയായിക്കൊള്ളട്ടെ, ഫാക്ടറികളായിക്കൊള്ളട്ടെ, തീം പാർക്കുകളായിക്കൊള്ളട്ടെ, ഇനി ക്ഷേത്രങ്ങൾ കൂടെ തങ്ങളുടെ ഒരു മേഖലയിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടത്തേക്ക് വിശ്വാസമില്ലാത്ത, ആചാരാനുഷ്ഠാനങ്ങൾ അറിയാത്ത വ്യക്തികളെ നിയമിക്കുക. അപ്രകാരം പാർട്ടി സഖാക്കന്മാർക്ക് പരമാവധി ജോലി ഉറപ്പാക്കി കൊടുക്കുക. ഈ ഒരു അജണ്ടയാണ് ഈ ശക്തികൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, ഇതൊരു തുടർ സംഭവമാണ്. ഇത് വളരെ വ്യാപകമായ രീതിയിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഈ പരിപാടികൾ ഇവിടുത്തെ കുട്ടി സഖാക്കന്മാരെ കൊണ്ട് ഈ ചുടിചോറ് വാരിക്കുന്ന ഒരു പ്രവണത കൂടുക തന്നെ ചെയ്യും. അതിനവർ മറയാക്കുന്നത് എന്താണ്? ഒരു സ്വബോധമില്ലാത്ത തലമുറയെ സൃഷ്ടിക്കുകയാണ്. മയക്കുമരുന്ന് നൽകിക്കൊണ്ട്, രാസലഹരി നൽകിക്കൊണ്ട് ഒരു സ്വബോധമില്ലാത്ത വ്യക്തികൾക്കാണ് ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ കാണിക്കാൻ ഉള്ള ധൈര്യം കിട്ടുന്നത്. അതിന് അവർ കോളേജ് കലാലയങ്ങളെ അത്തരത്തിലുള്ള രാസലഹരിയുടെ അടിമകളെ സൃഷ്ടിച്ചുകൊണ്ട് ആ അടിമകളെ വീണ്ടും വളർത്തി DYFI ആക്കിക്കൊണ്ട് അവരെ ക്ഷേത്രങ്ങളിലേക്ക് കടത്തിവിടുക എന്നുള്ള ഒരു നിഗൂഢമായിട്ടുള്ള ഒരു അജണ്ട അവർ നടപ്പാക്കുകയാണ്. അതിന് കേരള സമൂഹം തിരിച്ചടി നൽകുമെന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും നമുക്ക് കാലം തെളിയിക്കും. അതെ, അതുകൊണ്ടാണല്ലോ താലപ്പൊലിയിൽ പോലും ചെഗുവേര കൊടികളും DYFI കൊടികളും ഇങ്ങനെ പറത്തിക്കൊണ്ട് വന്നത്. നമ്മുടെ ചർച്ചയുടെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ്. എന്തായാലും ഹിന്ദു സമൂഹത്തോടുള്ള ബോധപൂർവമായ പല വെല്ലുവിളികളോടും ഹിന്ദു സമൂഹം തന്നെ പ്രതികരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും. അതനുസരിച്ചുള്ള നടപടികൾ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സൺഡേ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. എല്ലാ അതിഥികൾക്കും പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്തേ.